കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഓർക്കിഡ് ഗാർഡൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് ആനിച്ചേച്ചിയുടെ ഓർക്കിഡ് ഗാർഡനാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് അവിട്ടത്തൂരാണ് ഈ ഗാർഡൻ ഉള്ളത്. ആനിച്ചേച്ചിയുടെ ഓർക്കിഡ് ടിപ്സ് ഒരുപാട് വീഡിയോസ് ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓർക്കിഡ് കർഷകർക്ക് വേറൊന്നും കാണേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ആനിച്ചേച്ചി അവരുടെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ എല്ലാ അറിവുകളും ഈ ഒരൊറ്റ വീഡിയോയിൽ പകർന്നു തന്നിരിക്കുകയാണ്. അത് ഏകദേശം ഒരു 40 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓർക്കിഡ് കൃഷിക്കാർക്ക്, അതുപോലെ ഓർക്കിഡിൽ പരാജയപ്പെട്ടവർക്ക്, ഇനി ഓർക്കിഡ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് എല്ലാവർക്കും ഓർക്കിഡിൻ്റെ ഒരു A to Z കാര്യങ്ങൾ പറയുന്ന, അതും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനി സെബാസ്റ്റ്യൻ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് ഔട്ടത്തൂരാണ് എൻ്റെ സ്ഥലം. എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കാം. ഓർക്കിഡായിട്ട് ബന്ധമുള്ളവർക്ക് എല്ലാവർക്കും എന്നെ അറിയുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് നാൾക്ക് ശേഷം ആദ്യം ഞാൻ ഒരു വ്ളോഗിൽ നിൽക്കാനായിട്ട് ഒരുപാട് അസ്വസ്ഥതകൾ, ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ഇത്തിരി പിന്നാക്കമായിരുന്നു. അപ്പോൾ അതെന്തായാലും ഒരു മഴക്കാലമൊക്കെ അല്ലേ വരണേ. അപ്പോൾ ഒരു മഴക്കാല എന്താ പറയണ്ടേ, ചെടികൾക്കൊരു പ്രൊട്ടക്ഷൻ, ഒരു കെയറിങ് ഒക്കെ ഒന്ന് എന്നാൽ കഴിയണത് എനിക്കറിയണത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. ചേച്ചി, ഓർക്കിഡിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഫെനലോപ്സിസ് ഉണ്ട്, ഡെൻഡ്രോബിയം ഉണ്ട്, വാൻഡി ഉണ്ട്. ചേച്ചി ഏതിലൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണേ? എനിക്ക് ഫെലനോസിസ് അധികം അങ്ങോട്ട് ഞാനൊന്നും പ്രൊമോട്ട് ചെയ്യണില്ല. കാരണം എനിക്കത് ഇവിടെ ഭയങ്കര ചൂടാണ് ഈ എൻ്റെ ഈ കോമ്പൗണ്ട്. അപ്പോൾ അതെനിക്ക് അങ്ങോട്ട് സക്സസ് ആയില്ല. ഞാൻ ഒരുപാട് പ്ലാന്റുകളൊക്കെ വാങ്ങി, എങ്കിലൊക്കെ അത് വിചാരിച്ചൊരു റിസൾട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി ഡാൻഡ്രോബിയം വേണ്ട, മൊക്കാറ, ടെറൈറ്റ് വേണ്ട, അതിലേക്ക് നീങ്ങി. അതെനിക്ക് നന്നായിട്ട് സക്സസ് ആയി. എന്താ പറയണ്ടേ, നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട്. വാൻഡ നമുക്ക് ഏകദേശം എത്ര വെറൈറ്റി ഉണ്ടാവും? വേണ്ട ഇപ്പോൾ കണക്ക് പറയണമെങ്കിൽ എനിക്കൊരു 100-150 കളേഴ്സ് തന്നെ ഇവിടെ കാണണം. എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരുപാട് കളറുകൾ വെക്കുന്നുണ്ട്, പൂവിടുന്നുണ്ട്, ചിലത് സെയിലായി പോകുന്നുണ്ട്. എങ്കിലും ഒരു 100 വെറൈറ്റിയുടെ അത്രയും തന്നെ വെറൈറ്റി ഡിഫറെൻറ്റ് കളേഴ്സ് എൻ്റെ കയ്യിൽ കളക്ഷൻ ഉണ്ട്. അതിൽ കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. എങ്കിലും ഒരുപാട് വേണ്ട ഫ്രീക്വൻറ്റ് ബ്ലൂമിങ് ആയിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇത് ഫുള്ള് ഇതൊക്കെ ഏതാനും കളക്ഷനിലുണ്ട്. എനിക്ക് ഇഷ്ടം തോന്നുന്നു പൂക്കളുണ്ടായി നിൽക്കുമ്പോൾ കാണാൻ ഒരു എന്താ പറയുക, ഒരു ഇടുപ്പ് എന്ന് പറയില്ലേ നമ്മൾ, തോന്നണത് ഈ വേണ്ടയ്ക്കാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും വേണ്ടയ്ക്ക് ഒരുപാട് ശുശ്രൂഷ വേണമെന്ന്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും ഈസി ഈ മൊക്കാറ പോലെ തന്നെ വേണ്ടയാണ്. അത് ചട്ടിയിൽ പോട്ട് ചെയ്ത് വെച്ചാൽ അത് അവിടെ ഇരുന്നോളും, ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒരു കെയറിങ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചേച്ചി, ഇവിടെ വാൻഡ അല്ലാതെ വേറെ മെയിനായിട്ട് ഏതൊക്കെയാ? ഓർക്കിഡും അതുപോലെ തന്നെ ബൊഗൈൻവില്ല ഉണ്ട്, പിന്നെ ഡാൻഡ്രോബിയം കളക്ഷൻ ഉണ്ട്. ഡാൻഡ്രോബിയം ഇപ്പം ഇത്തിരി ഫ്ലവർ കുറവാ, കാരണം സെയിലും പോകുന്നുണ്ട്. നല്ല നല്ല ചട്ടികളല്ലേ കസ്റ്റമർ വന്ന് എടുക്കുക. അപ്പൊ അതിൻ്റെതായ ഒരു ഭംഗി കുറവ് ഉണ്ട്. ഇനിയൊക്കെ ഒന്നും കൂടി ആയി വന്നിട്ട് വേണം. എന്നാലും ഉണ്ട്, ആവശ്യത്തിന് ഇഷ്ടം പോലെ ഉണ്ട്. ബാക്കൊക്കെ ഫ്ലവർ ഇല്ലാതെ ഒരുപാട് എണ്ണം ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഫ്ലവറോട് കൂടിയ മദർ പ്ലാന്റുകളും കൊടുക്കാനുണ്ട് അല്ലേ? നമ്പർ അധികം ഉള്ളതൊക്കെ ഞാൻ കൊടുക്കൂലേ. 2 സൈഡും ഡാൻഡ്രോബിയം ഉണ്ട്. അതിൽ ടിസ്റ്റ് ഉണ്ട്, ആന്റിലോപ്പ് ഉണ്ട്. ഈ ഭാഗം മൊത്തം ടിസ്റ്റും ആന്റിലോപ്പും അത് മിക്സ് ആയിട്ടിരിക്കണം. അങ്ങോട്ട് ബോഗൻവില്ല ഉണ്ട്. അത് ബോഗൻവില്ല ഒരുപാട് കൊടുത്തു. ഇനിയും ഉണ്ട്, ഒരു 100 ചട്ടിയോളം ഇനിയും കൊടുക്കാനുണ്ട്. അതെ, ചെറിയ തൈ ഉണ്ടോ ബോഗൻവില്ലയുടെ ചെറിയ തൈ എല്ലാം കഴിഞ്ഞു ഉണ്ടായിരുന്നു. 100 രൂപയായിട്ട് കവറുകൾ മൊത്തം തീർന്നു. സീസൺ കഴിയാറായല്ലോ. സീസൺ കഴിയാറായി. ഇനിയിപ്പോ ഉള്ളത് വലിയ ചെടികളാണ്. വലിയ ചെടികളാണ്. നമ്മള് ആർച്ചാക്കില്ലേ? അത് ആർച്ചാക്കി. പിന്നെ ഇതിപ്പോ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഫ്ലവറാ, 1 വർഷത്തോളായി ഇതിങ്ങനെ ഫ്ലവർ ആയിട്ട്. ഇതിന്റെ പേര് ബൊഹീനിയാന്നും പറയുന്നുണ്ട്, ബാഹുനിയാന്നും പറയുന്നുണ്ട്. കറക്റ്റ് പേര് എനിക്ക് അറിഞ്ഞൂടാ. ബൊഹീനിയാന്ന് ചിലര് പറയും, ചിലര് ബാഹുനിയാന്ന്. ഇതൊരു 6 മാസം എന്തായാലും പോകണ്ടാവൂലേ? 6 അല്ല, അതിലും കൂടുതൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതന്നെ എനിക്ക് തോന്നുന്നു ഒരു 8-9 മാസമായി ഇങ്ങനെ ഫ്ലവർ കണ്ടു തുടങ്ങിയിട്ട്. ഇതുവരെ നല്ല വർഷക്കാലത്ത് തീരെ വെയിലില്ലാത്തൊരു സമയം വരില്ലേ, ആ ഇടവേളയിൽ മാത്രമാണ് പൂവില്ലാതിരിക്കുന്നത്. ഇതിന്റെ തൈ നമ്മൾ ആകുന്നുണ്ടോ? ഞാൻ ആക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ എന്റെ കയ്യിലുണ്ടാവില്ല. ഞാൻ ഒന്ന് വർഷമാവുമ്പോളേ അതൊന്ന് റെഡിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് എൻക്വയറി ഉണ്ട് ഇതിന്. ഞാൻ നോക്കിയിട്ട്
ചില വേണ്ടകൾ പൂടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. വർഷത്തിൽ 2 or 3 ഫ്ലവറേ കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഏതാനും വേണ്ടകൾ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതൊന്ന് സെലക്ട് ചെയ്യാം ഞാൻ എടുക്കുമ്പോൾ. ഇതൊരു നല്ല ഭംഗിയുള്ള വേണ്ട, ബർഗണ്ടി റെഡ്, എപ്പോഴും ഫ്ലവറാ. ഇത് വൈറ്റ് ഡയമണ്ട്, ഇതൊരു സ്പെഷ്യൽ വേണ്ട, ഓറഞ്ച് സഞ്ജയ് 2 അങ്ങണ്ടത് അതിൻ്റെ. പക്ഷേ ID നോക്കിയിട്ട് കാര്യമില്ല, പല തായ്ലൻഡിൽ നിന്ന് വരുന്ന പല ഏജൻസികളും പല പേരിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ID നോക്കിയിട്ട് രക്ഷയില്ല. ഇതും വീരാപ്പോൾ യെല്ലോ, ഈ വൈറ്റും അതെ, നന്നായിട്ട് പൂവിടും, എപ്പോഴും പൂ വരും. ഇതൊക്കെ ഏതാനും മിക്കപ്പോഴും കണ്ടിന്യൂസ് ഫ്ലവർ വരണം. നമുക്കിപ്പം മഴക്കാലം വരുമല്ലേ, അപ്പോൾ പിന്നെ ഈ വാൻഡയ്ക്ക് എന്തൊക്കെയാണ് നമുക്കൊരു പരിചരണം എന്നുള്ള രീതിയിൽ കെയറിങ് സ്പെഷ്യലായിട്ട് കൊടുക്കേണ്ടത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുമോ? അത് ഞാൻ പറയാലോ. ഞാൻ ചെയ്യണ പരിചരണം അതിൽ തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയണത് എല്ലാവർക്കും ശരിയായി തോന്നണമെന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്യണ ശരികൾ, എനിക്ക് തോന്നണ ശരികൾ ഞാൻ പറയാം. ഞാൻ വേണ്ട, ഇപ്പോൾ വേനൽക്കാലമാണ്, ഇപ്പോൾ ഞാൻ വേണ്ട രാവിലെ വളം കൊടുക്കും. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ വളം ചെയ്യും. അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു 3:30 കഴിയുമ്പോൾ ഞാൻ വേണ്ട നന്നായിട്ട് നനയ്ക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3:30 കഴിയുമ്പോൾ തന്നെ നനയ്ക്കുന്നത് വേണ്ടയുടെ കൂമ്പിൽ, മൊക്കാറി ആയാലും വേണ്ട ആയാലും കൂമ്പിൽ വെള്ളം നിന്ന് ചെയ്യാണ്ടിരിക്കാനാണ്. ഈ വെയിൽ പോണേൽ മുന്നേ വേണ്ടയും മൊക്കാറി നന കഴിക്കണേ. ചിലപ്പോൾ അത് ഇങ്ങനെ കൂമ്പിൽ വെള്ളം കെട്ടി നിന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂമ്പ് ചെയ്യാൻ ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെയിലാറണേലും മുന്നേ ഞാൻ അതിൻ്റെ നന കഴിക്കും. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വളം കൊടുത്തു, വൈകിട്ട് നനച്ചു. ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് നാളെ രാവിലെ ഞാൻ നന്നായിട്ട് നനയ്ക്കും, ബാൻഡിയും മൊക്കാറിയും. ഡാൻഡ്രോബിയം ഒരു നേരമാണ് ഉള്ളൂ നന വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഇന്ന് വളം കൊടുത്തു, നാളെ രാവിലെ പിന്നെ നനയ്ക്കുള്ളൂ, ഒന്നിടവിട്ട്. കാരണം വളം കൊടുക്കുമ്പോൾ തന്നെ അത് ഡൈല്യൂട്ട് ആയിട്ടാണല്ലോ, വെള്ളം തന്നെയാണല്ലോ ചെല്ലണം. അപ്പോൾ ഡാൻഡ്രോബിയത്തിന് ഞാൻ വൈകിട്ട് 2 നേരം നന കൊടുക്കില്ല. ഇപ്പം ഇന്ന് വളത്തിൽ കൂടിയുള്ള നനവ് പിറ്റേ ദിവസം കാലത്ത് നന്നായിട്ട് നനയ്ക്കും. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം വളം കൊടുക്കും. അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഞാൻ ഫെർട്ടിലൈസിങ് ചെയ്യണത്. ഞാൻ ചെയ്യുന്ന രീതികളാണ് ഞാൻ പറയുന്നത്. പിന്നെ വേണ്ടകൾ ഞാൻ അധികം ചട്ടിയിലാണ് നട്ടേക്കണം. ചട്ടിയിൽ നടുമ്പോൾ ആ ഒരു ചട്ടിയിൽ ഫസ്റ്റ് ഒരു ചട്ടി എടുക്കുക, ഞാൻ ചാർക്കോൾ ഇട്ട് വയ്ക്കുക. അത് ഓരോരുത്തരും ഇഷ്ടം, ഇഷ്ടിക ഇടുന്നവരുണ്ട്, ഓട്ടുമുടി ഇടുന്നവരുണ്ട്. അത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ എന്തെങ്കിലും ഒരു ഉപാധി അത്രേ വേണ്ടു. പക്ഷെ ഞാൻ കരി ഇടണത് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റും കുറയില്ല. ഇഷ്ടികയൊക്കെ ഇടുമ്പോൾ വെയിറ്റ് കൂടും, പൊക്കാൻ. പക്ഷെ കരിക്ക് ഇത്തിരി എക്സ്പെൻസസ് വരും നമുക്ക്, അത് പിന്നെ ഞാൻ കണക്കാക്കണില്ല. എന്നിട്ട് അതിലൊരു പൈപ്പിന്റെ കഷ്ണം വെച്ച് കരിയിട്ട് അതിൻ്റെ മുകളിൽ ഈ വേണ്ട വെച്ച് ഒരു ചിരടോണ്ട് കിട്ടും. എന്നിട്ട് ഇങ്ങനെ റൂട്ട് കീഴ്പോട്ടാണല്ലോ വേണ്ടയുടെ എടുക്കുക. അത് ചട്ടിയിൽ ഇങ്ങനെ വളച്ച് വെക്കും. വളച്ച് വെച്ച് അത് സ്റ്റഡിയായി പിന്നെ അങ്ങനെ ഇരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ താഴെ വളച്ച് വെച്ചേക്കണ വേരുകളുണ്ടല്ലോ അതൊക്കെ ഡെഡാവും. അപ്പോഴേക്കും ഇതിന്റെ സ്റ്റെമ്മിന്ന് റൂട്ട് വന്നു തുടങ്ങും. മൊക്കാറ പോലെ സ്റ്റെമ്മിന്ന് റൂട്ട് വന്നു. അപ്പൊ ഈ വളച്ച് വെച്ചേക്കണ റൂട്ട് ചെയ്യാൻ തുടങ്ങും ആ കാലഘട്ടത്തിൽ. അപ്പോൾ അത് ആ ചീഞ്ഞ വേര് കംപ്ലീറ്റ് വെട്ടിക്കളയും. പിന്നെ അത് മൊക്കാറ പോലെ തന്നെ അങ്ങോട്ട് ആയിത്തീരും കണ്ട. അപ്പൊ അതൊന്ന് ഇങ്ങനെ സ്റ്റെമ്മിന്ന് റൂട്ട് നന്നായിട്ട് വരും. അടിയിൽ വളച്ച് വെച്ചതൊക്കെ ചീഞ്ഞു പോകും. ആ ചീഞ്ഞു പോയത് നമ്മൾ വെട്ടിക്കളയണം. ആ ചീച്ചിൽ അങ്ങനെ കയറില്ല, ബൈ ചാൻസ് കയറാൻ ഇടയിട്ട്. അപ്പൊ ആ ചീഞ്ഞു കഴിഞ്ഞാല് അതിക്ക് മുന്നേ വെട്ടണ്ട, ഒരു വേണ്ട വെച്ച് ആ വേണ്ടയുടെ അടിയിൽ വളച്ച് വെച്ചേക്കണ വേര് ചീയുമ്പോൾ മാത്രം വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോഴേക്കും അതിന്റെ സ്റ്റെമ്മിന്ന് റൂട്ട് വന്നിരിക്കും. അതിന് റൂട്ട് വരാൻ വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം ഹുമിക് ആസിഡ് കൊടുക്കാം. ഹുമിക് കേട്ടാ, ഹുമിക് ആസിഡ് കൊടുത്താൽ ഈ വേണ്ടയ്ക്ക് വേഗം, ഏതിനും വേണ്ടയ്ക്ക് തന്നെയല്ല എല്ലാത്തിനും ഹുമിക് ആസിഡ് ആണ് വേര് വരാൻ നല്ലത്. എന്റെ ഭയങ്കര ഗുണ ഈ ഹുമിക് ആസിഡ്, അത് കൊടുക്കാം. പിന്നെ ആഴ്ചയിൽ 3 വളം കൊടുക്കണം. ഈ ഹുമിക് ആസിഡ് എന്ന് പറയുന്നത് ഇത്ര ml ഇത്ര വെള്ളം, അത് ഒരു ജെല്ല് പരുവത്തിലൊക്കെ ചിലപ്പോൾ അത് കിട്ടുക 2 ഗ്രാം മതി. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 ഗ്രാം സ്പ്രേ ചെയ്ത് കൊടുത്താൽ. മെച്ചുവേർഡായ ഒരു ചെടിക്ക് നമ്മൾ ഗ്രോത്തിനുള്ള വളവും കൊടുക്കണം, ഫ്ലവറിങ്ങിനുള്ള വളവും കൊടുക്കണം. NPK എന്തായാലും ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മൾ കൊടുക്കണം. ഒരു 3 വളം ഞാൻ കൊടുക്കും. അതിലൊന്ന് ഓർഗാനിക് ആവും.
ഒന്ന് NPK ആയിരിക്കും. ഈ ഹുമിക് ആസിഡ് ഒക്കെ ഓർഗാനിക് ആണ് മിക്കതും വരുന്നത്. അപ്പൊ അതിൽ കൂടെ ഞാൻ കൊടുക്കണ ഒരു വളം സസ്യാമൃതം, സീവീഡ്. അതില് ഒരുവിധം എല്ലാ ന്യൂട്രിയന്റുകളും ഉണ്ട് ഈ സസ്യാമൃതത്തില്. എനിക്കത് ഭയങ്കര റിസൾട്ടാ. അത് ജൈവവളമാണല്ലേ? ജൈവവളം. അത് കേടുമില്ല. ചെടികൾ നല്ല പച്ചപ്പും ഗ്രോത്തും റൂട്ട് വരാനും ഒക്കെ കിട്ടും. ഈ ഹുമിക് ആസിഡ് കൊടുക്കണോടൊപ്പം ഈ സീവീഡ് കൂട്ടി കൊടുക്കാം. ഞാനത് കൊടുക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ അതെനിക്ക് കൊറിയർ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. ഇവിടെ വന്ന് വാങ്ങണവർക്ക് ഞാൻ സീവീഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ മെച്ചേർഡായി വേണ്ടകൾ സ്ഥിരം പൂവ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്കൈ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ചെറിയ തൈകൾക്ക് ഒരിക്കലും കൊടുക്കരുത്. അത് ഡാൻഡ്രോബി ആയിക്കോട്ടെ, വാൻഡി ആയിക്കോട്ടെ, മുക്കാറി ആയിക്കോട്ടെ, ഫെനോസിസ് ആയിക്കോട്ടെ, മെച്ചേർഡായ ചെടി മാത്രം. ഒരിക്കലും സീഡ്ലിങ്ങിന് അത് കൊടുക്കരുത്. പ്രായമാവാത്ത ഒരു ചെടിക്കും കൊടുക്കരുത്. ഒരു ഹോർമോൺ ഉണ്ട്, എച്ചാപ്രോൺ എന്നങ്ങാണ്ട പറയും. ഇതൊന്ന് എടുത്ത് കാണിച്ചോ. ഇത് 10 ദിവസം 2 ml 1 ലിറ്റർ വെള്ളത്തിൽ വെച്ചിട്ട് കൊടുക്കാം. 10 ദിവസത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി. 2 ml 1 ലിറ്റർ വാട്ടറിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. ഹോർമോണാണ് അത്, ഒരു ഹോർമോൺ. അപ്പൊ അത് 10 ദിവസം കൂടുമ്പോൾ ഒന്ന് അടിച്ചു കൊടുത്താല് പെട്ടെന്ന് ബഡ്ഡുകൾ വരും. ഡാൻഡ്രോബിയസ് ഏതിനും. ഇപ്പോ പൂക്കൾക്ക് മാത്രല്ല, നമ്മുടെ പഴവർഗ്ഗങ്ങളായിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, ഇങ്ങനെ കായ ഉണ്ടാവണ പൂവ് കായൊക്കെ ഉണ്ടാവണ ഇതില് അതങ്ങനത്തെ ഒരു ഹോർമോണാണ്. പിന്നെ ഇനി മഴക്കാലത്ത് നമുക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ലൊരു ഫംഗിസൈഡാണ് അമിസ്റ്റാർ ടോപ്പ്. ഇത് ഇത്തിരി കോസ്റ്റ്ലിയാണ്. പക്ഷെ ഇത് 1 ml വെച്ച് 1 ലിറ്റർ വെള്ളത്തിൽ കൊടുത്താൽ മതി. 15 ദിവസം വരെ അത് ഫംഗൽ ഇൻഫെക്ഷൻ തടയും. ഒക്കെ ഗുണം ചെയ്യണത്. പക്ഷെ ഇത് അത് കൂടാണ്ടുണ്ട്. റിഡോമിലുണ്ട്, ഇൻഡോഫില്ലുണ്ട്, ഒരുപാട് ഫംഗിസൈഡുകളുണ്ട്. ഏതായാലും കുഴപ്പമില്ല. വർഷക്കാലത്ത് 1 മാസം മുന്നേ തൊട്ട് ഈ ഫംഗിസൈഡിന്റെ കൂടെ കുറച്ച് ആന്റിബയോട്ടിക് ചേർക്കാം. അത് ഒരു 20 ലിറ്റർ വാട്ടറിലേക്ക് ഒരു 6 ഗ്രാമിന്റെ പാക്കറ്റാണ് വരുന്നത് ആന്റിബയോട്ടിക്. അത് ട്രെറ്റാസൈക്കിൾ ഉണ്ട്, കെസൈക്കിളിന്. അത് ഈ വളക്കടയിൽ ചോദിച്ചാൽ ആന്റിബയോട്ടിക് തരാൻ പറഞ്ഞ അവര് തരും. അത് ഒരു 6 ഗ്രാമിന്റെ പാക്കറ്റാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോ പുതിയത് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അതൊരു 20 വരെ, ഒരു 12 തൊട്ട് 20 ലിറ്റർ വെള്ളത്തിലേക്കുള്ളതാണ്. അധികം ഇടരുത്. അതൊരു 3 മഴയ്ക്ക് മുന്നേ ഒരു 3 പ്രാവശ്യം അതൊന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ മഴക്കാല രോഗങ്ങൾക്ക് ഒരുവിധം മെയ് 15-ാം തീയതി തൊട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മെയ് 1st വീക്ക് തൊട്ട് കൊടുക്കാം. അവർക്കൊരു പ്രൊട്ടക്ഷൻ, മഴക്കാലത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ. ഈ ആന്റിബയോട്ടിക് എപ്പോഴും ആന്റിബയോട്ടിക് കൊടുക്കണ്ട. ഒരു 3 പ്രാവശ്യമൊക്കെ ഫംഗൽ ഇൻഫെക്ഷന്റെ മരുന്ന് അടിക്കുമ്പോ അതില് ഇത് കൊടുക്കുക. അപ്പൊ അത് നോക്കിയെടുക്കണം. കുറച്ചേ പാടുള്ളൂ. ഞാൻ പറഞ്ഞു 20 ലിറ്ററിലേക്കൊക്കെ 6 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് മതി. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി മനസ്സിലാക്കി 1 ലിറ്റർ ഒക്കെ അടിക്കുന്നവർക്ക് അതനുസരിച്ച് 1 ഗ്രാം വേണ്ട. 1 ഗ്രാം വേണ്ട. 10 ലിറ്ററിലേക്ക് 3 ഗ്രാം. 5 ലിറ്ററിലേക്ക് 1.5 ഗ്രാം. അത് അങ്ങനെ കണക്കാക്കിയിട്ട് എടുക്കുക. അത് ചെയ്താൽ ഈ കൂമ്പ് ചീച്ചല്, ഒരുവിധം അഴുകൽ രോഗങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം വരും. ഈ അമിസ്റ്റാർ ടോപ്പ് ഫംഗിസൈഡ് ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു ഇതാണ്. പിന്നെ ഒരു 10 ദിവസത്തിൽ ഒരിക്കൽ കാൽസ്യം നൈട്രേറ്റ് കൊടുക്കുക. 10 ദിവസം ഇടവേളയിൽ എപ്സം സാൾട്ട് കൊടുക്കുക. മാഗ്നീഷ്യം കൊടുക്കുക. മാഗ്നീഷ്യം കൊടുക്കണത് മണ്ണിൽ കൊടുക്കണ മാഗ്നീഷ്യം വേറെ, ഫോളിയർ സ്പ്രേ മാഗ്നീഷ്യം വേറെ. ഫോളിയർ സ്പ്രേ മാഗ്നീഷ്യം പ്യുർ മേഗ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതാ കൊടുക്കണ്ട. അതിനധികം വിലയിൽ 70 രൂപയും കണ്ടുള്ളൂ. പ്യുർ മേഗ് അതാണ് ഫോളിയർ സ്പ്രേക്ക് ഉപയോഗിക്കുന്നത്. മറ്റേത് മണ്ണിൽ ഇടുന്നതാണ്. വ്യത്യാസം ഉണ്ട്. അപ്പൊ ഇതാണ് കൂടുതൽ ഗുണം ചെയ്യുക. പിന്നെ വല്ലപ്പോഴും മാസത്തിൽ ഒരിക്കലൊക്കെ ഒരു മൈക്രോ ന്യൂട്രിയന്റ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമ്മളൊരു കൃത്യനിഷ്ഠയായിട്ട് ഈ ഓർക്കിഡുകൾക്ക് ഒരു പരിചരണം കൊടുത്താൽ നന്നായിട്ട് റിസൾട്ട് നമുക്ക് അതുപോലെ പൂക്കളും കിട്ടും. പിന്നെ ഇതുണ്ട് കാൽസ്യം വിത്ത് കാർബൺ. അത് കാൽസ്യം നൈട്രേറ്റ് സെപ്പറേറ്റ് കിട്ടും. അതിന് വില കുറവാണ്. അത് കൊടുത്താലും മതി. അപ്പൊ ബോറോൺ വേറെ കൊടുക്കണം. കാൽസ്യം വിത്ത് ബോറോൺ ഉണ്ട്. അതും ഇത്തിരി വില കൂടുതൽ. അത് UK പ്രൊഡക്റ്റ് എങ്ങാണ്ടാണ്. ഇതിരി കട്ടിന് കൊടുക്കുമ്പോ ഒന്ന് ചുണ്ണാമ്പ് പോലെ ഇതായിട്ടിരിക്കും. അല്ലേ, ഇത് കാൽസ്യം സിങ്ക് ബോറോൺ കൂടിയിട്ട് ഇതും 15 ദിവസത്തിലൊരിക്കൽ ഒരു 2 ഗ്രാം വെച്ച് 1 ലിറ്റർ വെള്ളത്തിലേക്ക് കൊടുത്താൽ മതി. പിന്നെ ഇത് ഈ ഒരു വളം റൂട്ട് വരാൻ നല്ലതാണ്. വേര് പിടുത്തത്തിനും ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ക്രാബ് എൻ ഇതൊക്കെ ഓർഗാനിക് ആണ് കേട്ടോ. ക്രാബ് എൻ
ഇതും വല്ലപ്പോഴൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ സാധിക്കാവുന്നവര് കൊടുക്കുക. ഇതും നല്ലതാ റൂട്ട് വരാനായിട്ട്. റൂട്ടും പിന്നെ ഈ ഷൂട്ടുകളില്ലേ, ഇപ്പൊ ഡാൻഡ്രോബിയത്തിനൊക്കെ ഇങ്ങനെ ഷൂട്ടുകൾ വരാനോ പൂക്കൾ വരാനായിട്ട് ഇത് ഉപകരിക്കും. അങ്ങനെ പിന്നെ ഈ സസ്യാമൃതമാണ് ഏറ്റവും ഞാൻ അത് അതൊരു ലിറ്ററിൽ 5 ml മതി സസ്യാമൃതം, ലിറ്ററിന് 5 ml. ഇങ്ങനെയൊക്കെ ദിനചര്യയായിട്ട് നമ്മള് ഓർക്കിഡ് വാങ്ങി വെച്ചോണ്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു അല്ലാതെ നിങ്ങള് ഒരു 15 ദിവസത്തിലൊരിക്കൽ ഒരു NPK അടിച്ചു, അതിൽ കാര്യമില്ല. എപ്പോഴും NPK അടിക്കുമ്പോൾ ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ഇത് ഈ 3 കൂടിയ വളങ്ങൾ കൊടുക്കണം. അപ്പോൾ 19 ഒരു ആഴ്ചയിൽ 19 കൊടുക്കുക. തിങ്കളാഴ്ച കൊടുത്തിങ്ങ ഒരു വ്യാഴാഴ്ച കണക്കാക്കിയിട്ട് 52-34, കാരണം 52 ഫോസ്ഫറസും 34 പൊട്ടാഷും. അത് ഫോസ്ഫറസും പൊട്ടാഷും നമ്മൾ എല്ലുപൊടിയൊക്കെ ഇടില്ല, അതിന് പകരമായിട്ടാണ് ഈ അടിച്ചു കൊടുക്കുന്നത്. ഈ ഇതിനൊന്നും ഇപ്പൊ എല്ലുപൊടി വാരി ഇടാൻ പറ്റില്ല നമുക്ക്. പിന്നെ അതിൽ നിന്നൊക്കെ നിശ്ചിത ക്വാണ്ടിറ്റിയാണ് ഇവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 52-34 റേഷ്യോയിലുള്ള NPK ഏറ്റവും നല്ലതാണ്. ഫ്ലവറിങ്ങിനും കിട്ടും, പിന്നെ ഇതിന്റെ സ്റ്റെമ്മുകളൊക്കെ നന്നാവാനും ഇതൊക്കെ കരുത്തുണ്ടാവും. കാൽസ്യം കൊടുക്കണം. അതിന്റെ സെല്ലുകള്, ഓർക്കിഡിന്റെ സെല്ല് വിഭജനൊക്കെ കാൽസ്യം ഏറ്റവും അത്യാവശ്യമാണ്. അതൊന്നും ആഴ്ചയിൽ കൊടുക്കണ്ട, ഒരു 10 ദിവസം ഇടവേളകളിൽ നിങ്ങളൊരു ഏറ്റവും നല്ലതൊരു കലണ്ടർ എടുക്കുക, അതിൽ മാർക്ക് ചെയ്യുക. ഇപ്പൊ 1-ാം തീയതി അടിച്ചത്, 3-ാം തീയതി അടിച്ചത്, അങ്ങനെ മാർക്ക് ചെയ്തിട്ടാൽ നമുക്കത് ഓർമ്മയില്ലാത്തവർക്ക് നല്ലതാ. ഞാനിപ്പോ അതാ ചെയ്യണേ, ഞാനൊരു കലണ്ടറിൽ ടിക്ക് ചെയ്തിടും. അപ്പൊ മാഗ്നീഷ്യം അടിച്ചിട്ട് ഇപ്പൊ ഇത്ര ദിവസമായി, അപ്പൊ ഇന്ന് കഴിഞ്ഞു. അതുപോലെ ഫംഗിസൈഡ് അതടിച്ചിട്ട് മഴക്കാലത്ത് 10 ദിവസം കൂടുമ്പോൾ ഫംഗിസൈഡ് കൊടുത്തോളാം. പ്രത്യേകിച്ച് വേൻഡ മൊക്കാറ ഫെല്ലോസിസ് അതിന് കേട്ടാ. പിന്നെ ഓർക്കിഡ് വളർത്തുന്നവര് നേരിടുന്ന ഒരു പ്രധാന ബുദ്ധിമുട്ട് ഈ മുട്ടുകരിച്ചില്, മുട്ടുകുരുടിപ്പ് ഇതൊക്കെയാണ്. അതിന് എന്തൊക്കെ ചെയ്താലും ഈ മുട്ടുകേട് വിട്ടു പോവില്ല. ഫസ്റ്റ് നമ്മള് മുട്ടുകേട് കണ്ട മുട്ടുകൾ ഒന്നുകിൽ തീയിട്ട് നശിപ്പിക്കുക. അതിപ്പോ ഗ്യാസും ഇതൊക്കെ ഉള്ളവർക്ക് എപ്പോഴും എളുപ്പമായി വരില്ല. അപ്പോൾ ഏതെങ്കിലും വില കുറഞ്ഞൊരു ഇൻസെക്ടിസൈഡ് ഒരു ബക്കറ്റിൽ ഇത്തിരി ഡോസ് അധികത്തിൽ കലക്കി വെക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 3 ml എടുക്കേണ്ടടുത്ത് ഒരു 30 ml ഒഴിക്കാം. 1 ലിറ്റർ വെള്ളം അതവിടെ വെക്കാം. ഈ പേട് ആയ മുട്ടുകൾ, കേടുള്ള മുട്ടുകൾ മുഴുവൻ പൊട്ടിക്കുക, അതിലിടാം. ആഴ്ചയിൽ ഒരു ദിവസം അത് കൊണ്ട് കളയുക, വേറെ പുതിയത് വെക്കുക. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഒരു ബക്കറ്റിൽ അതും വെക്കുക, ഒരു ബക്കറ്റിൽ ഉപ്പിട്ട് വല്ല ഒച്ചിനെ കിട്ടിയാൽ പിടിച്ചിടാനായിട്ട് അതും വെക്കും. നമ്മളൊക്കെ അതിന്റെ പ്രൊട്ടക്ഷൻ ചെയ്യാം. അപ്പൊ അതിനല്ലാതെ കുറെ മരുന്നുകൾ കൊണ്ടടിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം ഈ ഫ്ലൈകളൊക്കെ പിന്നെയും വരും. പിന്നെ മരുന്നടിച്ചോ, ഇന്നത്തെ മണം കൊണ്ട് വന്നില്ല, പിറ്റേ ദിവസം ഇവർ ആദ്യം വരും. അപ്പൊ അതിലും നല്ലത് ഇത് മുട്ടുകേട് വന്ന മുട്ടുകളെ കളയുക. പിന്നെ ഒരു തരം മഞ്ഞ വണ്ടാണ് ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നത്. അത് വെയില് പോണ പോക്കില്, ഒരു വെയിൽ ആറണ സമയം ഒരു 4 മണി കഴിയുമ്പോഴാണ് ഇത് ചെടികളും വരാം. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അതിന് പിടിക്കാം. ഈ മഞ്ഞ ഒരു തരം വണ്ട്. അതുപോലെ രാവിലെ നല്ല വെയിലത്ത് വരില്ല, വെയിൽ ഉദിച്ചു വരണ വരവിലാണ് ഇവരുടെ രാവിലത്തെ വിസിറ്റ്. അപ്പോഴും ഒന്നും നമുക്ക് ശ്രദ്ധിച്ചാൽ അതിനെ പിടിക്കാം. പിന്നെ ഒരു മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു 10-15 ദിവസമൊക്കെ കൂടുമ്പോൾ തോട്ടത്തിന്റെ ബൗണ്ടറി മൊത്തം ഒരു ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് അടിക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ കുറെ പ്രാണികളും ഈ പച്ചത്തുള്ളൻ അത് ഇതൊക്കെ ചത്തുപൊക്കോളും. വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വന്നാൽ നല്ല കൊല മുട്ടൊക്കെ വെട്ടിയിടും. അപ്പൊ അതിന് പൂവ് തന്നെ നോക്കണ്ട, ബൗണ്ടറി ഒക്കെ ഒന്ന് അടിച്ചാൽ ഈ പുഴുക്കള് ശല്യങ്ങളൊക്കെ ഒന്ന് കുറയും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളൊന്നൊരു സംരക്ഷണം അവർക്ക് കൊടുത്താൽ, അതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരുപാടാണെന്ന്, പക്ഷെ ഇല്ല, അത് ശ്രദ്ധിച്ചാൽ കുറച്ചേ ഉള്ളൂ, ആക്കണം. അതെ, അത്രേ ഉള്ളൂ. കൊച്ചിനെ മാക്സിമം മഴക്കാലത്തോ അല്ലെങ്കിൽ രാത്രി ഒരു 9 മണിക്ക് ശേഷം പിടിച്ച് കളയുക. പിന്നെ അതുകൂടാതെ അത് ചിലപ്പോ സാധ്യമല്ല, ഈ പാമ്പുകളുടെ ശല്യം ഇതൊക്കെ ഉണ്ടാവാം. അപ്പൊ ഈ സ്നെയിൽ പല്ലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ഒരു നീല വൈലറ്റ് കളറിലൊരു ചോക്ക്, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരേ കഷ്ണം ചട്ടിയുടെ ഉള്ളിലിടുക. അപ്പോ അത് ഉണ്ടെങ്കിൽ അതുമ്മ വന്ന് ഒച്ച് ടച്ച് ചെയ്യുമ്പോഴേക്കും ഒച്ച് ചത്തുപോകും. അതുകൊണ്ട് ചെടിക്ക് ദോഷമൊന്നുമില്ല. ചെടിക്ക് അങ്ങനെ ഒരുപാട് ഇടരുത്, ചെറിയ പീസ് അത്രേ, ഒരുപാട് ഇടരുത്. ചെടിക്ക് അത് വിഷമാണ്, ദോഷം തന്നെയാണ്, ഗുണമില്ല. പക്ഷെ നിവൃത്തിയില്ലാത്ത അത് ചെയ്യാം. പിന്നെ ചെടികൾ ഇരിക്കണ പ്രതലത്തിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കല്ലുപ്പ് വെത്തണം. ചെടിച്ചട്ടിയിലല്ല, അത് ഇരിക്കണ പരിസരത്ത് ഒരു ബോർഡർ പോലെ ആക്കിയിട്ട് സ്റ്റാൻഡ് ആണെങ്കിൽ സ്റ്റാൻഡിന്റെ ചുറ്റും അടിയിൽ രണ്ടും ഉണ്ട്. ആഫ്രിക്കൻ വെച്ച് ഇവിടെ വന്നിട്ടില്ല. അത് വന്നാ കഴിഞ്ഞു. ഇനി ഒരു ഓർക്കിഡ് ഇപ്പൊ ഡാൻഡ്രോബിയത്തിനാണ് അത് മെയിനായിട്ട് ഞാൻ പറയുന്നത്.
ഒരു 4-5 വർഷമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ അടിയിലത്തെ റൂട്ടൊക്കെ ഡെഡായിട്ടുണ്ടാവും. അപ്പോൾ ഒരു 4 വർഷമൊക്കെ കൂടുമ്പോൾ അതങ്ങോട്ട് എടുക്കുക, ആ ഡെഡായ റൂട്ടൊക്കെ വെട്ടിക്കളഞ്ഞ് ആദ്യം റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിലൊച്ചും ഇത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് ആദ്യം റിപ്പോർട്ട് ചെയ്യുക, എന്നാലേ ചെടി നന്നാവുള്ളൂ. ഒരുപാട് നാൾ അങ്ങനെ തന്നെ ഇരിക്കണം, ആ ഡെഡ് റൂട്ടോട് കൂടി ഇരിക്കണമെങ്കിൽ ചെടിയുമ്പോൾ പുതിയ ഷൂട്ടുകൾ വരാനൊക്കെ ബുദ്ധിമുട്ടാകും. അപ്പം അത് എല്ലാ കൊല്ലമൊന്നും വേണ്ട, 3-4 വർഷമൊക്കെ കഴിയുമ്പോൾ ഒന്ന് എടുക്കുക. എന്നിട്ട് അടിയിലത്തെ പഴയ റൂട്ടൊക്കെ ഡെഡായി ഇങ്ങനെ ചീഞ്ഞിരിക്കുന്നു, അതൊക്കെ വെട്ടിക്കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി റിപ്പോർട്ട് പുതിയ പൂക്കൾ. അതിൽ പിന്നെ സ്റ്റെമ്മൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കുറ്റിയായിട്ട് നിൽക്കുന്നുണ്ടാവും. പലരുടെ കംപ്ലൈന്റ് അതാണ്. അപ്പൊ ആ കുറ്റിയായതൊക്കെ റിമൂവ് ചെയ്യാതെ എന്നിട്ട് അത് വെറുതെ ഇങ്ങനെ ഒരു നെറ്റുമ്മ തണലിൽ കെട്ടിയിടാം. അത് മുന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് ഗ്രോത്തിനുള്ള വളടിച്ചു കൊടുക്കാം. ഗ്രോത്തിനുള്ള വളടിച്ചു കൊടുക്കുമ്പോൾ അത് മുന്ന് പുതിയ ഷൂട്ട് വരും. അപ്പൊ ആ ഷൂട്ട് മാത്രം പുതിയ നല്ല റൂട്ടൊക്കെ വന്നതിന് ശേഷം അതെടുത്ത് ചട്ടിയിലാക്കി. അപ്പൊ ഒരു പുതിയ കടയായി. ഇച്ചിരി ചട്ടിയിൽ ഇങ്ങനെ വെറുതെ ഇലയില്ലാതെ കുറ്റി നിൽക്കുമ്പോ ചെടിച്ചട്ടി കാണാൻ ഭംഗിയുണ്ടാവും. അപ്പൊ അതും കൂടി ഒന്ന് കണക്കിലെടുത്തിട്ടാണ് ഞാനത് പറയുന്നത്. അത് എല്ലാ വർഷമൊന്നും പിച്ചി പറിക്കണ്ട. പിന്നെ ഓർക്കിഡ് വെക്കുമ്പോൾ എപ്പോഴായാലും അതിനൊരു എയർ സർക്കുലേഷൻ വേണം കേട്ടോ. ഒരു നല്ല വായു സഞ്ചാരം കിട്ടണം. അത് ചിലവരിടും, ചെറിയ കരികൾ അടക്കി ഡാൻഡ്രോബിയത്തിന്റെ കടക്കിയിടും. വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രോബിയത്തിന്റെ റൂട്ട് അടിയിലേക്കാണ് പോണത്, വേണ്ടയുടെ പോലെ മുകളിലേക്കല്ല. അപ്പൊ ഈ ചെറിയ കരി ഇടുന്തോറും അതിലത്തെ എയർ സർക്കുലേഷൻ ഗ്യാപ്പ് ഇല്ലാതാവും. അപ്പൊ അത്യാവശ്യം വലിപ്പമുള്ള കരികളാണ് ഡാൻഡ്രോബിയൻ ചട്ടിയിൽ ഇടാവും കേട്ടോ. അതെ, അവർക്കൊരു എയർ സർക്കുലേഷൻ കിട്ടുള്ളൂ. ഹോളില്ലാത്ത ചട്ടിയിൽ ഡാൻഡ്രോബിയൻ നടുമേ പ്ലാന്റ് ഒരുവിധം മുകളിലേക്ക് ആക്കിയിട്ട് വെക്കുക, ചട്ടിയുടെ മുകൾ ഭാഗത്തായിട്ട് വെക്കുക, ഏറ്റവും അടിയിൽ കൊണ്ട് വെക്കരുതെന്ന്. അപ്പൊ അവർക്ക് എയർ സർക്കുലേഷൻ കിട്ടില്ല, റൂട്ട് അടിയിലേക്കല്ലേ പോണേ. അപ്പൊ അതുകൊണ്ട് മാക്സിമം മുകളിൽ വെക്കുക. മെയിനായിട്ട് പറയാനുള്ളത്, ഈ വേണ്ടയ്ക്കും മുക്കാറയ്ക്കും ഒക്കെ സ്റ്റെമ്മിന്ന് ഇല പഴുത്ത് കൊഴിയണ ഒരു അസുഖം വരും. അത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ഒരു അണുബാധ ആയിരിക്കാം. അപ്പം നമ്മളത് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ചെയ്യേണ്ടത് ചെടീനെ ഒന്ന് നനയ്ക്കുക. നനച്ച് ആ നനവൊക്കെ ഒന്ന് ഉണങ്ങാൻ കണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡും ഫംഗിസൈഡും കൂടി പേസ്റ്റ് രൂപത്തിലാക്കി ഈ സ്റ്റെമ്മിമ്മ ഒന്ന് തേച്ച് വെക്കുക. പേസ്റ്റ് പോലെ നല്ല കട്ടിയിൽ തേച്ച് ഒരു 12 മണിക്കൂറെങ്കിലും അത് നനയ്ക്കാതെ മാറ്റി വെക്കാം. അങ്ങനെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തിരികെ ഒന്നും കൂടി ചെയ്യാം. അത് എന്നിട്ട് നമുക്ക് ചിലപ്പോൾ അതുകൊണ്ട് ആ അസുഖം മാറി ചെടി ക്ലീൻ ആയിട്ട് നമുക്ക് രക്ഷപ്പെട്ട് കിട്ടും. ചില ചെടി അതോടുകൂടി നശിച്ചു പോകും. അത് അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ഒരു അണുബാധ, ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. ഇതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആന്റിബയോട്ടിക്കും കൂടി ചേർക്കണം. അത് ഞാൻ അതിന്റെ കൂടെ ഈ ആന്റിബയോട്ടിക്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ ഈസി ആയിട്ട് കുറച്ചൊരു 100 ഗ്രാം വീതം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഈ ഫംഗിസൈഡിന്റെ കൂടെ ഈ ആന്റിബയോട്ടിക് ഒരു പാക്കറ്റ് പൊട്ടിച്ച് മിക്സ് ആക്കി ഒരു ഡബ്ബയിലാക്കി വെക്കുക. ഇങ്ങനെ പേസ്റ്റ് ഉണ്ടാകും. ഇങ്ങനത്തെ പേസ്റ്റിന് ഒരു കുപ്പിയിൽ ഹൈഡ്രജൻ പെറോക്സൈഡും വെക്കുക. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എടുത്തത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിൽ ഈസി മെത്തേഡിനാണ് ഞാനത് പറയണത്. അതിന്റെ സിംറ്റം കാണുന്നത്, ഒന്ന് തണ്ട് മഞ്ഞയ്ക്കും, ഇലകൾ പഴുക്കും. ഇലകൾ പഴുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിന് കേടെന്തോ വന്നിട്ടുണ്ട് എന്ന്. അപ്പൊ ഫസ്റ്റ് തന്നെ അതൊന്ന് ചെക്ക് ചെയ്ത് ഈ സ്റ്റെമ്മ നന്നായിട്ട് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു 12 മണിക്കൂർ നനയ്ക്കാതെ വെക്കാം. അങ്ങനെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തിരികെ ഒന്നും കൂടി വെക്കാം. അപ്പോൾ അത് രക്ഷപ്പെട്ട് കിട്ടുന്ന പ്ലാന്റാണെങ്കിൽ രക്ഷപ്പെട്ട് കിട്ടും. മിക്കവാറും ചെടി ഇതായിട്ട് പോരുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോരുന്നുണ്ട്, കിട്ടാറുണ്ട് എനിക്ക്. ഇങ്ങനെ അത് കാണുമ്പോൾ തന്നെ ചെയ്യണം, അല്ലാതെ അത് മുഴുവൻ നശിച്ചു പോയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ലക്ഷണം കാണുമ്പോൾ തന്നെ അത് ചെയ്യണം. ഒരുപാട് അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ചെടി നമ്മൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ പൊട്ടുകയും മുറിയുകയും ഒക്കെ ചെയ്യുമ്പോഴും ഈ ഹൈഡ്രജൻ പെറോക്സൈഡും ഈ ഫംഗൽ ഇൻഫെക്ഷൻ്റെ മരുന്നും കൂടി ഒന്ന് ചാലിച്ച് ആ പൊട്ടിയോടത്തും മുറിഞ്ഞോടത്തൊക്കെ ഒന്ന് തേച്ച് വെക്കാം. പിന്നെ അങ്ങനെ കൂമ്പ് ചീച്ചിൽ വല്ലതും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇത്തിരി ഹൈഡ്രജൻ പെറോക്സൈഡ് ഡൈല്യൂട്ട് ചെയ്തിട്ട്, അത് 3% ആണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 6-7 ml ഒഴിക്കാം. 3% ആണെങ്കിൽ അത് പെർസെൻറ്റ് കണക്കാക്കിയിട്ട് വേണം. എന്നിട്ട് ആ കൂമ്പിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ മുറിഞ്ഞിട്ട് അണുബാധ കയറാണ്ടിരിക്കാൻ ചെയ്യണില്ലേ ഹോസ്പിറ്റലിൽ, അതന്നെയാണ് ഇതിന്റെ ടെക്നിക്ക്. അപ്പൊ അത് ചെയ്യാം. ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ ഒരു ചെറിയ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ചാൽ കുറെ ചെടികളെ നമുക്ക് കേടിന്ന് സംരക്ഷിക്കാം. പിന്നെ ഓർക്കിഡിന്റെ സീഡ്ലിങ്ങിന് ഒരിക്കലും ഫ്ലവറിങ് പ്രൊമോട്ട് ചെയ്യണ NPK നിങ്ങൾ അടിക്കരുത്. അതിന് മാക്സിമം ഒന്നെങ്കിൽ ഈ സീവീഡ് അങ്ങനെ ഓർഗാനിക് അടിക്കുക,
NPK ആണെങ്കിൽ 30-10-10. നൈട്രജന്റെ അളവ് കൂടുതലുള്ളത് മാത്രം സീഡ്ലിങ്ങിന് അടിക്കാവൂ. പിന്നെ ഗ്രോത്ത് വരാനായിട്ട്. ഫോസ്ഫറസും നല്ലതാണ്. പൊട്ടാഷ് കൂടിയത് അങ്ങനെ അടിക്കണ്ട. പിന്നെ കാൽസ്യം ഇതൊക്കെ കൊടുക്കാം, കാരണം അതിന്റെ സെല്ലുകളും അതിന്റെ തണ്ടുകൾക്കും വളർച്ചയും ഇതൊക്കെ കിട്ടാൻ അതിനൊക്കെ കൊടുക്കാം, അത് കുഴപ്പമില്ല. പിന്നെ ബോറോണും കൊടുക്കണം കേട്ടോ, ഒരു 15 ദിവസത്തിലൊരിക്കൽ ബോറോൺ കൊടുക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ അല്ലെ. മാഗ്നീഷ്യം കൊടുക്കുമ്പോ ഒരു 4-5 ഗ്രാം വരെ 1 ലിറ്ററിൽ കൊടുക്കാം. ഈ പുയർ മേഗ് എന്ന് പറഞ്ഞില്ലേ, അത് ഇതിങ്ങനെ എല്ലാ മൂലകങ്ങളും അവർക്ക് കിട്ടണം. ഇനി ഫംഗിസൈഡും ഈ ഇൻസെക്ടിസൈഡും ഒക്കെ കൊടുത്ത് ചെടികൾക്ക് ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും. അവരിലുള്ള നല്ല ബാക്ടീരിയകൾ നശിക്കും. അപ്പം ആ നല്ല ബാക്ടീരിയകൾക്ക് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നല്ല പുളിച്ച മോരും ശർക്കരയും കൂടി അത് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട്, ഇപ്പം ഇത്ര അളവൊന്നുമില്ല, എന്നാലും നല്ല പുളിച്ച മോരായിരിക്കണം, ശർക്കരയും കൂടിയുള്ളതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ കെമിക്കൽസ് അടിച്ചിട്ട് നല്ല ബാക്ടീരിയകൾ ചത്തു പോകുന്നത് ആദ്യം ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് പുളിച്ച മോരും ശർക്കരയും. വല്ലപ്പോഴൊക്കെ ഒന്ന് ചെയ്താൽ മതി. അത് ഇത് കാണുമ്പോൾ, ഈ പൂക്കളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം തോന്നും നമുക്കൊരു ഓർക്കിഡ് കൃഷി അങ്ങ് തുടങ്ങിയേക്കാന്ന്. പക്ഷേ ഇപ്പോൾ ജോലിക്കാർക്കൊന്നും ഇത്രയും സമയമൊന്നും കിട്ടത്തില്ല. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റിയ, അത് തുടക്കക്കാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് മാക്സിമം ഡാൻഡ്രോബിയാണ് സാധാരണ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഡാൻഡ്രോബിയാണ് തുടക്കക്കാർക്ക്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇപ്പോ ഈ വാൻഡയ്ക്ക് വലിയ ബുദ്ധിമുട്ട് എനിക്ക് കാണുന്നില്ല. മനസ്സിലായി? വേണ്ട ഒരു പ്ലാന്റ് എടുത്ത് നമ്മളിങ്ങനെ ചട്ടിയിൽ പോട്ട് ചെയ്ത് വെച്ച് അത് ചെയ്യാണ്ട് ഒന്ന് സംരക്ഷിക്കണം. അതിന് 10 ദിവസം കൂടുമ്പോൾ ഒരു ഫംഗൽ ഇൻഫെക്ഷന്റെ മരുന്ന് കൊടുക്കുക. പക്ഷെ വേണ്ട ഡാൻഡ്രോബിയത്തിന്റെ പോലെ ഇത്തിരി കോസ്റ്റ്ലിയാണ്. ചീപ്പ് റേറ്റിന് കിട്ടണമെങ്കിൽ ഡാൻഡ്രോബിയൻ തന്നെ എടുക്കണം. പിന്നെ ഒരു ചെറിയൊരു ടിപ്പുണ്ട് എനിക്ക് പറയാനായിട്ട്, അത് വളരെ നല്ലതാണ്. നമ്മളുടെ നാടൻ ചെമ്പരത്തി പൂവ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടെങ്കിൽ, കുറച്ചുള്ളവർക്ക് കുറച്ച് പൂവ് മതി, അധികം എനിക്കൊക്കെ ഒരുപാട് പൂക്കൾ വേണം. അത് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഈ ഫെർട്ടിലൈസർ കൊടുക്കണോടുകൂടി ആ ചെമ്പരത്തി വെള്ളം ഒഴിക്കുക. ഭയങ്കര റിസൾട്ടാണ്. പൂക്കൾക്ക് നല്ല വലുപ്പവും നല്ല കളറും ചെടികൾക്ക് ഷൂട്ട് വരാനും എല്ലാത്തിനും വളരെ നല്ലത്. HB കൂട്ടണ കണ്ടന്റാണ് ഈ ചെമ്പരത്തി പൂവിലുള്ളത്. അതുപോലെ ചെടികൾക്കും അത് തന്നെ ഭയങ്കര ഗ്രോത്ത്. ഈ ചെമ്പരത്തി പൂവ്, നാടൻ ചെമ്പരത്തി പൂവ് ഞാൻ മിക്കവാറും ഒരു പൂവും കളയില്ല, ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ചെറിയ ഞാൻ മാത്രം ചെയ്യണ ഒരു ടിപ്പാണ്. അതിപ്പോ നിങ്ങളോട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. താല്പര്യമുള്ളവർ ചെയ്തോ അല്ലാത്തവരും ചെയ്യണ്ട. അത് ഞാൻ ചെയ്യണ ഒരു ടെക്നിക്കാണത്. എനിക്കത് നല്ല റിസൾട്ട്. ഈ CV ഒക്കെ കൊടുക്കുമ്പോ അതിൽ കൂടെ ഇത് ഒഴിച്ചാൽ ഭയങ്കര റിസൾട്ടാണ്. ചെമ്പരത്തി പൂവിന്റെ അത് പൂവൊന്ന് തിളപ്പിക്കുക, നല്ലോണം വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അരിച്ചു ഒഴിക്കണം. അല്ലെങ്കിൽ അതിന്റെ തരിതരൊക്കെ നിന്നിട്ട് പമ്പ് അടയും. സ്പ്രേ എന്നിട്ട് അത് അടിക്കുക, ചെമ്പരത്തിയുടെ പൂവിന്റെ വെള്ളം. പിന്നെ പഴത്തില്ല, അതൊക്കെ എല്ലാവർക്കും അറിയണതാണ്, ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ട. പക്ഷെ ഇത് ആരും അങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഈ ചെമ്പരത്തി പൂവ് അത് ഭയങ്കര റിസൾട്ടാണ്. അതിന് ഭയങ്കര ആന്റിബയോട്ടിക്കും ഭയങ്കര ഇതുള്ളതാണ്. പരീക്ഷിക്കട്ടെ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഓർഗാനിക് വളത്തിന് വേനൽക്കാലത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണേ. ഈ ആട്ടുംകാട്ടം, ആട്ടുമൂത്രം ഇതൊക്കെ ഭയങ്കര നല്ലതാണ്. അത് വെള്ളത്തിലിട്ടിട്ട്, ആട്ടുംകാട്ടാണെങ്കിൽ ആട്ടുംകാട്ടും, മൂത്രം കൂടി ആട്ടുംകാട്ടാണെങ്കിൽ വളരെ നല്ലത്. വെള്ളത്തിലിട്ടിട്ട് അതിൽ നിന്ന് തെളി ഊറ്റിയെടുത്ത് ഒരു 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഈ NPK ഒക്കെ കൊടുക്കുക. അത് പ്രത്യേകിച്ച് അടിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ NPK ഏത് വളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ഇത് കൂട്ടിയാലും മതി കേട്ടോ. ഗോമൂത്രം ആയാലും ആട്ടുമൂത്രം ആയാലും, ആട്ടുമൂത്രമാണ് ഗോമൂത്രത്തിനേക്കാളും റിസൾട്ട് എന്ന് തോന്നുന്നു. അതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മളുടെ അടുക്കള സ്ലറി വെറുതെ നിങ്ങൾ ബക്കറ്റിലിട്ട് ഒരാഴ്ച ഇട്ടിട്ട് അതിൻ്റെ തെളിയെടുത്ത് അത് പ്രത്യേകിച്ച് അടിക്കാൻ നിൽക്കണ്ട. ഈ NPK ഏത് വളം അടിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ കൂട്ടി കൊടുത്താൽ മതി. അല്ലാതെ അത് സെപ്പറേറ്റ് അടിക്കാൻ ദിവസം കണ്ടെത്തണ്ട. നിങ്ങൾ അത് ഡൈല്യൂട്ട് ചെയ്യണം. നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ അടിക്കണ വളത്തിൽ കൂടെ കൂട്ടി അടിച്ചോ. അതുകൊണ്ടൊക്കെ ഞാനിപ്പോൾ അത് വർഷങ്ങളായിട്ട് അടിക്കണതാണ്. എനിക്ക് ഇന്നും വരെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല അതുകൊണ്ട്. പക്ഷേ ഡൈല്യൂട്ട് ചെയ്യണം. ഡയറക്റ്റ് മൂത്രവും ഇതൊന്നും കൊണ്ടുവന്ന് അടിക്കരുത്. എന്ത് കൂട്ടം അളവ് ഇത്തിരി കുറഞ്ഞാലും അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിക്കാം. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ ഇവിടെ ചെയ്യുന്ന രീതികളാണ് കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇപ്പോഴും ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കലാണ്. ഒരു ചെടീനെ കിട്ടിയ ഒരു ഓർക്കിഡ് പ്ലാന്റ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം, ഏത് രീതിയിലാക്കാം,
എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ എനിക്കിപ്പോഴും സംശയങ്ങളാണ്. ഞാനിപ്പോഴും വേറെ ആരെങ്കിലോടൊക്കെ ഞാൻ ഇപ്പോഴും സംശയങ്ങൾ ചോദിക്കും. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ സംശയം തീരുന്നോടല്ല. എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അത് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ചെയ്ത് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് വരുന്നവർ കമന്റ് ചെയ്യട്ടെ അല്ലേ? കമന്റ് ചെയ്യട്ടെ. എല്ലാവർക്കും നല്ലൊരു തോട്ടം ഉണ്ടാവട്ടെ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കിപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ട് ആർക്കെങ്കിലുമൊക്കെ ചെടി വാങ്ങാനാണെങ്കിൽ എങ്ങനെയാണ്? വാട്സപ്പിൽ വിളിക്കുക, നമ്പർ മെസ്സേജ് അയക്കുകയാണോ അതോ വിളിക്കുകയാണോ? എന്നെ മെസ്സേജ് അയക്കണേൽ നല്ലത്. ഞാൻ മിക്കവർക്കും എന്നെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ ഞാൻ കോൾ ചെയ്താൽ മറുപടി കൊടുക്കാറുണ്ട്. ആരും ഞാൻ ഒഴിവാക്കാറില്ല. ചിലപ്പോൾ നനയ്ക്കുന്ന സമയത്തൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയെന്നില്ല, എന്നാലും ഞാൻ മിസ് കോൾ കാണുമ്പോൾ ഞാൻ തിരിച്ചു വിളിക്കും. അങ്ങനെ ചെയ്യാം. പിന്നെ ഓർഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഓർഡർ വന്നു കഴിഞ്ഞാലേ 1 പ്ലാന്റ് 2 പ്ലാന്റ് ആയിട്ട് അയക്കാൻ എനിക്ക് ബുദ്ധിമുട്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രായം ഇത്രയ്ക്കൊക്കെ ആയി, എനിക്കിത് പെട്ടി കെട്ടാനും കൊണ്ട് കൊറിയറിൽ കൊടുക്കാനൊന്നും എനിക്ക് വയ്യ. അപ്പൊ അതിനൊക്കെ ഞാൻ ഒരാളുടെ ഹെൽപ്പ് ആവശ്യം. ഒരു പയ്യനുണ്ട് കൊറിയർ അയക്കാൻ, അവൻ വന്ന് പ്ലാന്റ് എടുത്ത് കൊടുത്താൽ മതി, പെട്ടി കെട്ടി. അപ്പൊ അവനൊക്കെ പൈസ കൊടുക്കണം. അപ്പൊ ഒരു 2 പ്ലാന്റ് ഒക്കെ അയക്കുമ്പോൾ എനിക്കത് മുതലിക്കില്ല. കാരണം ഒരു പെട്ടി കെട്ടാൻ അവന് ഞാൻ ഒരു പ്ലാന്റ് ആയാലും ഒരു 100 രൂപ അവന് കൊടുക്കണം. പിന്നെ അത് കൊണ്ടു കൊടുക്കാൻ ഇവിടുന്ന് 200 രൂപയോളം റിക്ഷ ചാർജ് വരും. അപ്പോൾ അതും കൊടുക്കണം. അപ്പോൾ എനിക്ക് 1 പ്ലാന്റ് 2 പ്ലാന്റ് അയക്കുമ്പോൾ എനിക്കത് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 6-7 പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒരു 5000 രൂപ 6000 രൂപയുടെയൊക്കെ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാനത് അയച്ചു കൊടുക്കും. പിന്നെ ഒരുപാട് ലെങ്ത് ഉള്ളതൊന്നും പെട്ടി കെട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് എനിക്ക്. വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ ഭയങ്കര നീളം ഉണ്ടാവും. എന്നാലും ഇവിടെ വന്ന് വാങ്ങുന്നതാണ് ഏറ്റവും താല്പര്യം. അതാണ് എനിക്ക് സന്തോഷം. കാരണം അവര് ചെടി പ്ലാന്റ് കണ്ട് പൂവ് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട്. അല്ലെങ്കിൽ ഞാൻ കൊറിയർ അയക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റ് എടുത്ത് ഇവരെ വീഡിയോ കോൾ ചെയ്ത് ഇത് കാണിച്ചു കൊടുത്തിട്ടാണ് ഇത് പാക്കിങ്ങിന് കൊടുക്കുക. ചിലപ്പോൾ ഈ വീഡിയോ കോൾ ചെയ്യുന്ന നേരത്ത് ഇവരെ കിട്ടില്ല. അപ്പൊ എന്റെ സമയങ്ങൾ പോവാ. എനിക്കാണെങ്കിൽ അത്രയും തിരക്ക് പിടിച്ച എന്റെ ജോലികള്. കാരണം ഇത്രയും 10-15 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, 10-15 പ്ലാന്റ് ഉണ്ട്. ഇത് ഫുള്ള് വളടിക്കണം, നനയ്ക്കണം. ഒരാള് സഹായത്തിന് ഉണ്ടെങ്കിലും ഞാൻ പറയാലോ, എന്റെ റുട്ടീൻ 5:30 ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങും. ഞാൻ രാവിലെ 5:30 ഗാർഡനിലേക്ക് വളടിക്കാനായാലും നനയ്ക്കാനായാലും ഇറങ്ങിയ 10 മണിയാവും ഞാൻ അത് കഴിഞ്ഞ് ഞാൻ അകത്ത് കയറുമ്പോ. മനസ്സിലായ? അപ്പൊ എനിക്ക് അത് കഴിഞ്ഞിട്ട് വേണം കിച്ചണിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ. ആളുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് 3:30 കഴിയുമ്പോൾ ആദ്യം ഇറങ്ങും ഞാൻ നനയ്ക്കാനായിട്ട്. ഈ വാൻഡയും മൊക്കാറിയും 2 നേരം നനയ്ക്കും. വളടിച്ചാലും വൈകിട്ട് ഞാനൊരു നന കൊടുക്കും. കാരണം വാൻഡയുടെയും മൊക്കാറിയുടെയും ഇല പെട്ടെന്ന് ചുളിയും. ചൂടടിച്ചാലും വയസ്സായവരുടെ സ്കിന്ന് ചുളിയുമോണം, ഇത് ചുളിയും. അപ്പൊ പ്ലാന്റ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. പൂവിലാക്കാതെ ഒന്നും പെട്ടെന്ന് ഒരു തുള്ളി 2 തുള്ളി കൊണ്ടോണ്ടൊന്നും ഫോഴ്സിൽ അടിക്കാണ്ട. പൂ നനയ്ക്കാതെ വളടിക്കുമ്പോഴും നനയ്ക്കുമ്പോഴും ഫ്ലവറും ആവാതെ നനയ്ക്ക. പിന്നെ ഒരു ഇതിന്റെ ഈ നനയ്ക്കണ ട്യൂബിന്റെ മുകളിലൊരു നോബുണ്ട് ഇപ്പൊ സ്പ്രേ പോലെ വീഴുന്നത്, അത് പിടിപ്പിച്ചാൽ നനയ്ക്കാൻ സുഖം. പിന്നെ മരുന്നടിക്കാനായിട്ട് ഇങ്ങനെ പുഷ് ചെയ്തുള്ള സ്പ്രേക്കാളും നല്ലത് പൈസ ഉള്ളവർക്ക് വാങ്ങാം, അല്ലാത്തവർക്ക് മറ്റേ ഹാൻഡ് പമ്പ് ഉണ്ട്. ഈ ബാറ്ററിയുടെ സ്പ്രേയർ മേടിച്ചാലും നല്ലതാ. പിന്നെ ഒരുപാട് പ്ലാന്റ് ഉള്ളവർക്ക് അതിന്റെ ഒരു യൂണിറ്റ് ഉണ്ട് ഈ സ്പ്രേ അടിക്കാൻ. മോട്ടറിൽ തന്നെ ഡയറക്റ്റ് 30 മീറ്റർ ഓസ് ഇട്ടിട്ട് അടിക്കുമ്പോ അത് അധികം പ്ലാന്റ് ഒക്കെ ഉള്ളവർക്ക്. കുറച്ചുള്ളവർക്കൊക്കെ ഹാൻഡ് സ്പ്രേ തന്നെ മതി, കുഴപ്പമില്ല. ഞാനത് ഈസി മെത്തേഡ് പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെ നമ്മുടെ മൊക്കാറിനിട്ട മോങ്ഡാങ് റെഡില്ലേ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 9-10 വർഷത്തെ ഗ്രോത്ത് ഉണ്ട്. ഇത് ടെറൈറ്റീവാൻ്റെ ഗ്രീൻ വൈറ്റ് എന്നും പറഞ്ഞിട്ട്. ഇതൊരു മൊക്കാറ പിങ്ക്, അതിന്റെ ഫ്ലവറാണ് അവിടെ നിൽക്കുന്നത്, പിങ്ക്. ഇതും മൊക്കാറ തന്നെ, ഇതും നല്ലൊരു ഭംഗി. അതിന്റെ ഐഡി ഞാൻ മറന്നുപോയി. അതിന്റെ ഐഡി മറന്നു. ഇതും നല്ല, ഇതൊക്കെ ഫ്രീക്വന്റ് ബ്ലൂമിങ്ങാ. ഇതൊക്കെ മീഡിയം ഷെയ്ഡ് വേണം അല്ലേ? മീഡിയം ഷെയ്ഡ് വേണം. ചെറിയൊരു ലൈറ്റ് വേണം. ഇവിടെ ചെറിയ ലൈറ്റ് അല്ല, അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇതും നല്ലൊരു ടെറൈറ്റ് വേണ്ടി. ഇത് ടെറൈറ്റ് വേണ്ടി. ഇതൊക്കെ എപ്പോഴും കണ്ടിന്യൂസ് ഫ്ലവർ ആയത്. ഈ സാധാ വാൻഡയും ടെറൈറ്റ് വാൻഡയും തമ്മിൽ എന്തെങ്കിലും? ടെറൈറ്റ് വാൻഡ് ചൂടിനെ അതിജീവിക്കും നന്നായിട്ട്. വാൻഡ അത്രക്ക് ചൂട് പാടില്ല, വെക്കാം. വാൻഡ അത്രക്ക് വെയിലത്ത് വെച്ചാൽ അത് പൊള്ളിപ്പോവും. പക്ഷെ എല്ലാം നമ്മൾ ശീലിപ്പിക്കുന്നത് അനുസരിച്ചിരിക്കും. അതെ, എന്നിട്ട് പിന്നെ അവന് ഓക്കെ ആവും. ഇത് വീരാ ബ്ലൂ എന്ന് പറയും, നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാ വീരാ ബ്ലൂ. ഇത് ഈ ഒരു ലൈൻ മൊത്തം ടെറൈറ്റ് വാൻഡയും മൊക്കാറയാണ് നിൽക്കുന്നത്. ഇത് വാൻഡയാണ് കേട്ടോ. ഇതിന് ഡോക്ടർ അനക്ക് ഫിലിപ്പീൻസ് എന്ന് പറയും.
ഇത് നല്ല കണ്ടിന്യൂസ് ഫ്ലവറാ ഇത്. ഒരു കൊലയുണ്ടെങ്കിൽ അത് മതിയില്ലേ? അത് മതി ഡോക്ടർ. പക്ഷെ അത് അധികം കിട്ടാനില്ല. ഡോക്ടർ എനിക്ക് ഫിലിപ്പിയൻസ്. ഇതൊക്കെ ടെറൈറ്റ് വേണ്ടകളാട്ടാ. ടെറൈറ്റ് വേണ്ടയിൽ വരണ യെല്ലോ ഷെയ്ഡ് ഇതൊക്കെ. ഇപ്പൊ ഇത് ഹാങ് ചെയ്തിട്ടേക്കണത്. ഇത് മിനിയേച്ചർ ആണോ? ഇതിലധികം മിനിയേച്ചറാ. ഈ വേണ്ടകൾ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്തും ഇടാം, ചട്ടിയിലും പോട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഹാങ് ചെയ്തിടാനായിട്ട് ഒരു ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചേക്കാം. ഇതിന്റെ അടിയിൽ കണ്ട ഒരു പ്ലാസ്റ്റിക്കിന്റെ നെറ്റ് കൊടുത്ത് ഒന്ന് എടുത്ത് കാണിക്കും. എന്നിട്ട് ഒരു കമ്പി ഇട്ടിട്ട് അതിന് അപ്പൊ നമ്മള് ചെടികൾ ഡിസ്പ്ലേ ചെയ്യുമ്പോ കൂടുതൽ തിക്കായിട്ട് ഫ്ലവർ വരുമ്പോ ആ ഗാർഡൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ബാക്കിലൊരു നെറ്റ് കൊടുത്തേ, നെറ്റ് ഇല്ലെങ്കിലും അത് കമ്പിയുമ്പോ നിക്കും. പക്ഷെ ആ ലീഫൊക്കെ ഇങ്ങനെ ഒന്ന് സ്റ്റഡി ആയിട്ട് നിക്കാൻ വേണ്ടിട്ട് പിന്നെ ലീഫ് അങ്ങനെ ഒടിയൊക്കെ ചെയ്ത് അതിനൊക്കെ ഒന്ന് പിടിച്ച് കെട്ടി ഒരു സപ്പോർട്ട്. അപ്പൊ അതൊരു വൃത്തിയില് ഇങ്ങനെ കിടന്നുള്ളു. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഒരു ലെയർ ഇങ്ങനെ വേണ്ടകള് ഇത് അതാണ് മിനിയേച്ചറാണ് ഞാൻ മിക്കതും ഇങ്ങനെ ഹാങ് ചെയ്തേക്കണേ. വേണ്ട നല്ല ഭംഗിയുള്ള കളേഴ്സ് ഇങ്ങനെ നമുക്ക് കണ്ടാലും മതി വരില്ല, അത്രയും ഭംഗിയാ വേണ്ടകള്. ഇതൊക്കെ നല്ല വേണ്ടകളാണ്. ഇതിനെ പറയുന്നത് ഇതിൻ്റെ പേര് പെട്ടെന്ന് മറക്കുക. കുൽവാദി ഫ്രാഗ്രൻസ് റെഡ് മിനി പ്ലേമർണം കണ്ടാണ്. ഇതും ഇതൊക്കെ സെയിമാ കണ്ട. ഇത് ടെറൈറ്റ് വേണ്ടയാട്ടാ. ഇത് വീരാപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു വേണ്ട. വീരാപ്പോൾ നല്ല മഞ്ഞ. നല്ല മഞ്ഞ. ഇതൊക്കെ വേണ്ട തന്നെ ഓരോരോ പേരുകള്. ഒമാർ പഡോൺ, PDA ഒമാർ. നമുക്ക് തന്നെ അതിന്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ ഭയങ്കര. അതെ, ഇത് ജുവല്ലറാക്ക് എന്ന് പറയും. റോണ്ടം ഇതൊരു സ്പെഷ്യൽ വെറൈറ്റി. അത് ഇത് അതും ഇതൊക്കെ ഒരു ഫാമിലിയാണ്. അതെ, ഇത് രാസിബോ ഗോൾഡ് എന്നും കണ്ട പറയും. വലിയ ഫ്ലവറാ കണ്ട, ഭയങ്കര ഭംഗി ഇത് കാണാനായിട്ട്. ഇങ്ങനെ ഇത് വൈറ്റ്. ഇത് പ്രഭാവൻ ബാങ്കുട്ടൈ എന്ന് പറയും. ഇതൊക്കെ ഒരു പ്രത്യേക കണ്ട. ശരിക്കും വേണ്ട നമുക്ക് ഈ ഒരു ടൈമിൽ ചൂട് കൂടുമ്പോഴാണോ ഇതുപോലെ പൂ വരണേ? അതോ ഇല്ല, ഞാൻ നോക്കിയിട്ട് ചില വേണ്ടകൾ പൂടാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. വർഷത്തില് 2-3 ഫ്ലവറേ കിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഏതാനും വേണ്ടകൾ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതൊന്ന് സെലക്ട് ചെയ്യാം ഞാൻ എടുക്കുമ്പോ. ഇത് ഒരു നല്ല ഭംഗിയുള്ള വേണ്ട, ബർഗണ്ടി റെഡ്, എപ്പോഴും ഫ്ലവറാ. നല്ല ഡാർക്ക് കളർ. ഇത് വൈറ്റ് ഡയമണ്ട്. ഇതൊരു സ്പെഷ്യൽ വേണ്ട, ഓറഞ്ച് സഞ്ജയ് 2 കണ്ടത്. അതിന്റെ പക്ഷെ ID നോക്കിയിട്ട് കാര്യമില്ല. പല തായ്ലൻഡിൽ നിന്ന് വരുന്ന പല ഏജൻസികളും പല പേരിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ID നോക്കിയിട്ട് രക്ഷയില്ല. ഇതും വീരാപ്പോളാ. വീരാപ്പോൾ യെല്ലോ. ഈ വൈറ്റും അതെ, നന്നായിട്ട് പൂവിടും. എപ്പോഴും പൂ വരും. ഇതൊക്കെ ഏതാനും മിക്കപ്പോഴും കണ്ടിന്യൂസ് ഫ്ലവർ വരണം. നമുക്ക് തോട്ടത്തിൽ ഭംഗി കൂടാൻ ഓർക്കിഡ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് നാടൻ ചെടികളും കൂടി മിക്സ് ആക്കിയിട്ട് തോട്ടത്തിനെ, നമ്മുടെ ഗാർഡനെ നമുക്ക് മനോഹരമാക്കാം. അപ്പം ഞാനിപ്പോൾ കുറച്ച് നാടൻ ചെടികൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ കുറച്ച് ഇതേ കണ്ടില്ലേ, കനകാംബരം, ചെത്തി, ഇതൊക്കെ നല്ല ബുഷാക്കി വെട്ടി നിർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് കനകാംബരം. ഇത് ഞാൻ യൂഫോർബിയ ആയിട്ടില്ല, വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് ചെത്തി. ഇതിനൊക്കെ നല്ല ഷേപ്പിൽ വെട്ടി നിർത്തി നമുക്ക് തോട്ടം മനോഹരമാക്കാം. ഞാനത് എടുത്ത് പറയുന്നത് ഓർക്കിഡ് തന്നെ വെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാം കൂടി മിക്സാക്കി നമ്മുടെ പഴയ ചെടികളിലേക്കും കൂടി നമുക്കൊന്ന് തിരിച്ചു വരാം. നമ്മുടെ ശംഖുപുഷ്പമാണ്. ഇതൊക്കെ നന്നായിട്ട് നെറ്റുമ്പോൾ നല്ല ഭംഗിയിൽ പടർത്തിയിട്ട് പൂക്കളായി നിന്നാൽ തോട്ടം കാണാനും ഭംഗിയാണ്. ഇതുകൊണ്ട് നമുക്ക് 4 പൂവിട്ടൊരു ചായ കുടിച്ചാൽ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വെച്ച് നിങ്ങൾ തോട്ടം മനോഹരമാക്കാൻ സാധിക്കുന്നവർ ചെയ്യാം. നമ്മുടെ ടെക്കോമീന്, ഈ ടെക്കോമേനെ ഇത് ഞാൻ ഹാങ് ചെയ്തിടാനായിട്ടുള്ള ചട്ടിയിലാണ് വെച്ചേക്കണേ. അത് ശരിയാക്കിയിട്ടില്ല, ആക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊരു പച്ച നെറ്റുമ്മേ പടർത്തി കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും തോട്ടം കാണാൻ. ആയക്കൂടാ. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്യണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതുമ്മ ഇങ്ങനെ ഒരു നെറ്റ് കൊടുത്തു. കണ്ട, ഇത്രയും നീളത്തിൽ ഞാൻ നെറ്റ് കൊടുത്തു. എന്നിട്ട് ഈ ടെക്കോമ അതുമ്മ പിടിപ്പിച്ചു. അപ്പോൾ ഇത് ഫ്ലവർ ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇത് ഫുള്ള് നിറഞ്ഞ്
അവിടെ ആ കണ്ട പൂവില്ലേ അത് നിറയും. അതിന് സമയം എടുക്കും, ഒരു 4-5 മാസം എടുക്കും. അപ്പൊ ഈ ഗ്രീൻ നെറ്റുമ്മേ ഇത് നിറഞ്ഞ് പൂവുണ്ടായി നിന്ന അതും ഒരു ഭംഗി. സാധിക്കാവുന്നവരൊക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്, ഇതിനധികം ചെലവുമില്ല. ഒരു കർട്ടൻ പോലെ നല്ല ഭംഗി. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിനധികം ഈ വെള്ളീച്ച വരുന്നൊരു കേടുണ്ട്. അത് കൂടാതെ വലിയ കേടുകളൊന്നും ഇല്ല, പെട്ടെന്ന് പൂവാകും. എപ്പോഴും ഫ്ലവറാ. ഇത് മാൻഡിവില്ല വൈറ്റും ഉണ്ട് പിങ്കും ഉണ്ട്. അത് ഇതുപോലെ ചട്ടി ബാക്കിൽ വെച്ചു, എന്നിട്ട് ഇത് പടർത്തി ഇത് ഫുള്ള് ഫ്രണ്ടിലേക്ക് ഇട്ട് കവർ ചെയ്യാൻ. അപ്പൊ അതൊരു ഭംഗിയായി. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഡിസ്പ്ലേ ചെയ്യാം. ഇന്ന സ്ഥലം എന്നില്ലാന്ന്. വരും. ഇതിനെ ഇവിടുന്ന് ഇങ്ങോട്ട് പടർത്തും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ, അല്ലാണ്ട് ഓർക്കിഡുമ്പോ തന്നെ നിന്നോളന്നില്ല. അടുത്ത വീഡിയോ ആകുമ്പോഴത്തേനും അത് കുറച്ചുകൂടെ ഈ സ്റ്റാൻഡ് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടിടാം. ഇത് എടുത്ത് മാറ്റാവുന്ന സ്റ്റാൻഡാണ്. ഒരു 2 ആളുണ്ടെങ്കിൽ ഇത് സ്റ്റാൻഡ് എടുക്കുന്നതോടൊപ്പം ചട്ടി എടുത്തിട്ട് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള സ്പേസിൽ കൊണ്ടുപോകാം. പക്ഷെ ഇത് ഭംഗി വരണമെങ്കിൽ ഇത് നിറയണം, നിറച്ച് പൂവാവണം. ഇപ്പൊ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇതും എപ്പോഴും പൂ വരുന്ന ഒരു ഐറ്റം. ഇതും എപ്പോഴും പൂ വരുന്ന ഒരു ഐറ്റം. ഞാൻ അങ്ങനത്തെ നോക്കിയിട്ടാണ് വെക്കണത്. നമ്മളുടെ ബ്രൈഡൽ മുല്ലില്ലേ വൈറ്റ്, അതിന്റെ യെല്ലോ. സാധാരണ നാടൻ ചെടീന് അതും ഇതുപോലെ ഒരു പീസ് നെറ്റ് കെട്ടിയിട്ട് പടർത്താനായിട്ട് വെച്ചേക്കണതാണ്. ആയി വരുന്നുള്ളൂ, സമയം എടുക്കും. അപ്പൊ ഇപ്പൊ ഞാൻ കുറേശ്ശെ നാടൻ ചെടികളും കൂടി ഇഷ്ടപ്പെട്ട് അതിലേക്ക് ഒന്ന് നീങ്ങിയിട്ടുണ്ട്. ഇത് സാധാരണ ഇത് സിംഗപ്പൂർ മുല്ല എല്ലാവരും കളഞ്ഞ സാധനങ്ങളൊക്കെയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടെ നല്ല വെയിലാ. അപ്പൊ ഇവിടെ എന്ത് വെച്ചാലും ഇല പഴുക്കുക, പൊള്ളുക. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ ഈ മുല്ല കൊണ്ടുവച്ചു. പക്ഷെ എന്ത് നാടൻ ചെടിയായാലും അത് നമ്മൾ സ്റ്റൈലായിട്ട് വെച്ചാ അതിനൊരു ഭംഗി വേറെ. അട്രാക്ഷനായി. അതെ, അതൊക്കെ ആന്റിലോപ്പ് ടിസ്റ്റ്. ഇതൊക്കെ നമ്മുടെ സെയിലിനുള്ള മദർ പ്ലാന്റുകളാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലുള്ളേക്കാളും കുറെ സെയിലായില്ലേ? സെയിലായി. ഇപ്പൊ കുറെ ചട്ടികൾ 200 ചട്ടി കൊടുത്തു. അത് നിറഞ്ഞു നിൽക്കണ ചട്ടികളായി. ഇനിയിപ്പോ ഡോക്ടർ റാവു ഒക്കെ ഉണ്ടല്ലേ? അതുണ്ട്, ഡോക്ടർ റാവു ഒക്കെ ഉണ്ട്. ഫ്ലെയിം റെഡ് ഉണ്ട്, മതിലും ഒക്കെ ഉണ്ട്. ഗോൾഡൻ സൺഷൈൻ എല്ലാം ഉള്ളതെല്ലാം വെറൈറ്റികളാണല്ലേ? ഏതാനും വെറൈറ്റി നല്ല ഫ്ലവർ അതിന്റെ. ഇത് യെല്ലോ അടർനയുടെ തന്നെ യെല്ലോ മാത്രം പൂപ്പ കഴിയാറായി, ഭംഗി പോയി. ഇത് ഗോൾഡൻ റാവു. ഞാൻ ചിലപ്പോ എനിക്ക് പേര് തെറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓർമ്മ പെട്ടെന്ന് വരുന്നില്ല, ഭയങ്കര മെമ്മറി പവർ പോയി തോന്നുന്നുണ്ട്. ഇത് വലിയ പ്ലാന്റ് ആയി. അത് വലിയ പ്ലാന്റ് ആയി. അത് ഞാൻ കമ്പ് മുറിക്കാത്തതേ, കിട്ടണവർക്ക് കമ്പ് കുത്തി പിടിപ്പിക്കാലോ. അപ്പൊ അത് കാരണം ഞാനത് ഒന്നും മുറിക്കാത്ത. ഇതൊക്കെ അടർന്നയാ, മുറിക്കാറായി. പക്ഷെ ഇത് വാങ്ങി കൊണ്ടുപോകണവർക്ക് ഇഷ്ടം പോലെ കമ്പ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനത് കട്ട് ചെയ്യാണ്ട് നിൽക്കണം. വിറ്റ് പോയില്ലെങ്കിൽ അടുത്ത വർഷം എല്ലാം കമ്പ് കുത്തി കവറിൽ പിടിപ്പിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ ലോല നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ലോല. ഇത് മാത്രം സെയിലിനില്ല, ഇത് ഞാൻ ഒരെണ്ണുള്ളൂ എൻ്റെ കയ്യിൽ. അപ്പൊ അതവിടെ അതൊരു മദർ പ്ലാന്റ് ആയിട്ട് അത് ഇരിക്കട്ടെ എന്ന് കരുതി. കുറേ ചെടികളെയൊക്കെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമ്മുടെ ലൈഫിലേക്ക് ആദ്യം ഒന്ന് കൊണ്ടുവന്നാൽ തോട്ടം ഒന്നും കൂടി മനോഹരമാക്കാം നമുക്ക്. അപ്പം ഇത്രയും വിവരങ്ങൾ തന്ന ചേച്ചിക്ക് ഒരുപാട് നന്ദി. ചാനലിന്റെ പേരിൽ താങ്ക് യു ചേച്ചി. താങ്ക് യു.